എല്ലാവർക്കും ചക്കീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്രിസ്മസ് സീരീസിലെ വൈൻ റെസിപ്പീസിൽ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. 10 ദിവസത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബനാന വൈനാണ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ക്യാരറ്റ് വൈനാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കാണാൻ നല്ല ഭംഗിയുള്ള എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ് ക്യാരറ്റ് വൈൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. മിക്സിയിൽ അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് വൈൻ തെളിഞ്ഞു വരാൻ കുറച്ചധികം സമയമെടുക്കും. ഇനി അതിലേക്ക് 250 ഗ്രാം അതായത് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു ലേശം ക്യാരറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ പകുതി പഞ്ചസാര, പിന്നെ വീണ്ടും ക്യാരറ്റ് ഇട്ട് അതിൻ്റെ മേലെ പകുതി പഞ്ചസാരയായിട്ട് ലെയർ ചെയ്തിട്ടാലും മതിയാകും. ഇനി അതിലേക്ക് സ്പ്രൗട്ടഡ് വീറ്റും ഈസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരു തവി യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പൈസസ് ആയിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും അതേപോലെ 2 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു തവി ഉപയോഗിച്ചിട്ട് ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടി ചേർത്ത് ഇളക്കണം. അതുപോലെ തന്നെ ഒരിക്കലും നിറച്ച്, അതായത് കുപ്പി നിറച്ച് വെള്ളം എടുക്കാൻ പാടില്ല. ഇനി ഇത് ഒരു 5ാമത്തെ ദിവസമാണ് കാണിക്കുന്നത്. മുന്നത്തെ വൈനിൽ പറഞ്ഞ പോലെ തന്നെ 3ാമത്തെ ദിവസം, 5ാമത്തെ ദിവസം, അതേപോലെ 10ാമത്തെ ദിവസം, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 7ാമത്തെ ദിവസവും ഒന്ന് ഇളക്കാവുന്നതാണ്. അടി ചേർത്ത് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നന്നായിട്ട് മിക്സായി വരിക, ഫെർമെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ എല്ലാ ദിവസവും ഇളക്കിയിട്ടില്ലെങ്കിലും കേടായി പോകുമൊന്നുമില്ല. അതുപോലെ കുപ്പി മൂടുമ്പോൾ ഒത്തിരി ടൈറ്റ് ആവാതെ മൂടാൻ ശ്രദ്ധിക്കുക. 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10ാമത്തെ ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം നമ്മളിത് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിൽ, ഉണങ്ങിയ കുപ്പിയിലാക്കി വെക്കാം. അതിന് ശേഷം ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മട്ടെല്ലാം കുപ്പീൻ്റെ അടിയിലടിയും. അതിന് ശേഷം നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ക്യാരറ്റ് പീച്ച് കളറിലുള്ള വൈൻ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഈ വൈൻ റെസിപ്പി കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. സോ കീപ് വാച്ചിങ്.